ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപത്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കര പ്രഭൃതിഭർദേവൈ സദാ പൂജിത സാമാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഭാഗവതം ഇപ്പോൾ ഈ മാസം അത്ര പ്രാധാന്യമല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് എങ്കിലും ഇത് ഞാൻ ഒരാൾക്കെങ്കിലും ഇത് നിത്യം വായിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞാനത് മുടങ്ങാതെ, ഇപ്പോൾ തൊണ്ടയ്ക്ക് തീരെ വയ്യാത്ത സമയമാണ് എങ്കിലും അതാണ് ഒക്കുന്ന കണക്ക് ഞാൻ അതിടുന്നു. അത് അങ്ങനെയുള്ള ഭക്ത മക്കൾക്ക് വേണ്ടിയാണ്. എല്ലാവരും ഇത് രാമായണം ഇന്ന് 1 മണിക്കൂർ കൂടുതൽ തന്നെ ഉണ്ട് എങ്കിലും ഇത് മുടങ്ങാൻ വയ്യാത്ത, അതുകൊണ്ടാണ് മക്കളെ. അതുപോലെ മുടങ്ങാതെ വായിക്കുന്ന മക്കളും ഇതിലുണ്ടല്ലോ, 1-2 പേരെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് ഇടാം. നമുക്ക് ആദ്യമേ അല്പം കഴിഞ്ഞ പ്രാവശ്യം ചെല്ലേൻ്റെ ബാക്കി കൃഷ്ണനാമം ചൊല്ലാം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നി. എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ ഇത്തമുള്ളിൽ കൃത ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയിലെ കൃഷ്ണരാമ ഹരേ. ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങൂറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ ധൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും 7-ാം ദിനേ കൃഷ്ണരാമ ഹരേ. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നിക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുപോൽ കൃഷ്ണരാമ ഹരേ. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യാ വിപത്ത്, ഇന്നു തന്നെ വരുത്തേണമേ തൽഫലം. ഇന്നു ഞാൻ നിന്ദ്യനാകാനഹോ കാരണം കോപശക്തി ബദാ കൃഷ്ണരാമ ഹരേ. ഓർത്തിവണ്ണം തപിക്കും വിധൗ ഭൂമിപൻ ശാപമാകർണ്യ കർണാഗതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോത്ഭവൻ കൃഷ്ണരാമ ഹരേ. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാംബുജം ചാരുഗംഗാതടം പുക്കിരും നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമ ഹരേ. അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചിരുത്തി നൃപൻ തൊച്ചിലംബ മുനി ശ്രേഷ്ഠനാം ശ്രീശുകൻ തത്ര വന്നു തഥാ കൃഷ്ണരാമ ഹരേ. കൃഷ്ണരാമാദി നാമങ്ങളോതാകിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമ ഹരേ. കൃഷ്ണരാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉൽപ്പത്തിയെപ്പറ്റി വായിച്ച് വന്നപ്പോൾ കീർത്തിമാനായ രഘുവിനജൻ മകൻ പാർത്ഥിവ ശ്രേഷ്ഠൻ ദശരഥ തൽസുതൻ വരെ വായിച്ചു. അപ്പോഴാണ് ശ്രീരാമൻ ദശരഥൻ്റെ പുത്രനാണല്ലോ, അപ്പോഴാണ് ശ്രീരാമനെ പറ്റി അല്പം ഇവിടെ വർണ്ണിച്ചിട്ട്. കാരണം വീണ്ടും ഇങ്ങനെ ഉൽപ്പത്തി ഉണ്ട്, അതുകൊണ്ട് അല്പം ഭഗവാന്റെ കാര്യം ഇതിൽ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് വായിച്ച്
ഒന്നും അതിലർത്ഥമൊന്നും പറയാനില്ല. നമുക്ക് ഇപ്പം രാമായണത്തിൽ വന്ന അത് തന്നെ ഇതിലും അല്പം പറയുന്നത്. കാരണം വിശ്വാമിത്രനോട് ശ്രീരാമനും ലക്ഷ്മണനോട് പോയി താടകയെ വധിച്ച് യാഗം അവിടെ അദ്ദേഹത്തിന് യാഗം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ശൂർപ്പണഖയുടെ മൂക്കൊക്കെ ചേർത്ത് ഇതൊക്കെ തന്നെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഉൽപ്പത്തിയെപ്പറ്റി പറയുവാണ്. അതുകൊണ്ട് നമുക്കിത് വായിച്ചു പോകാനേ പറ്റൂ. ഇത് ഇത്രയും ഭാഗം വന്നിട്ട് നമ്മളവിടെ മുടങ്ങണ്ടെന്ന് കരുതിയതാണ്. കഴിഞ്ഞ ആദ്യം ഇട്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ പേര് പോലും അറിയുന്ന ഇപ്പം വിചാരിച്ച് ഉള്ളണക്കൊക്കെ വായിക്കാമെന്ന്. എനിക്കിതൊന്നും വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുമില്ല. അതിന് ശേഷം നമുക്ക് അതുകൊണ്ട് ശ്രീരാമ അവതാരത്തെപ്പറ്റി അല്പം വായിച്ചിട്ട് നിർത്താം. കാരണം എനിക്കും തൊണ്ടയ്ക്ക് വയ്യാലോ. സൽസേവ്യനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈക നായകനായ നാരായണൻ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ട് അവതരിച്ചേടിനാൻ. ദശരഥൻ്റെ മകനായി അവതരിച്ചു. രാമസഹോദരന്മാരുണ്ട് 3 പേർ, ശത്രുഘ്ന, ലക്ഷ്മണന്മാരും ഭരതനും ഉത്തമന്മാരവർ രാമനോടൊക്കുമേ. രാമനെ പോലെയാണ്. രാമ അവതാര കഥകളും കൗശിക മാമുനി തന്നോട് കൂടെ ഗമിച്ചതും, അത് വിശ്വാമിത്രനോട് കൂടെ കൗശിക മുനി എന്ന് പറയുന്നത്. താടകയെ കൊന്നു യാഗവും രക്ഷിച്ചു, കേടഹല്യയ്ക്കു കളഞ്ഞു രക്ഷിച്ചതും, അത് പാറയായിട്ട് ശിലയായിട്ട് അഹല്യയെ മോഷം കൊടുത്തതും, ബില്ലു മുറിച്ചതും, സീതയെ വേട്ടതും, കല്യനാം ഭാർഗവൻ തന്നെ ജയിച്ചതും, താതവചനേന കാടകം ബുക്കതും, പ്രീതനായ ചിത്രകൂടാചലേ വാണതും, രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതും. മൂക്ക് ചേർച്ചതാണ് അത് പറയുന്നത്. രൂക്ഷരായുള്ള ഖരാതിയെ കൊന്നതും, രാവണനാൽ അപഹൃതയാം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും. അതായത് മനഃപൂർവ്വമായി കൊണ്ടുപോയല്ലോ, മോഷ്ടിച്ചുകൊണ്ട് പോയല്ലോ രാവണൻ. അങ്ങനെ തിരഞ്ഞു നടന്നില്ലേ അത്. സുഗ്രീവ സഖ്യം കഴിച്ചതും, ബാലിയെ നിഗ്രഹം ചെയ്തതും, സേതു ബന്ധിച്ചതും. സുഗ്രീവനെ സഖ്യം ചെയ്തിട്ട് സുഗ്രീവൻ്റെ ശത്രുവായ ബാലിയെ വധിച്ചു. എന്നിട്ട് സേതു ബന്ധിച്ചു, അതായത് ലങ്കയിലേക്ക് കടക്കാനുള്ള. രാവണൻ തന്നെ സകുലം വധിച്ചതും, സകുലശ കുടുംബത്തോടെ രാവണൻ്റെ കുടുംബത്തോടെ വധിച്ചു. പാവകശുദ്ധയാം ദേവിയെ വീണ്ടതും രാജ്യാഭിഷേകവും ചെയ്തു. ജനങ്ങളാൽ പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതും, ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും, കാര്യം കഴിച്ചാത്മലോകം ഗമിച്ചതും. ഭഗവാൻ ഇവിടെ വന്നത് സീതയുമായിട്ടും കുഞ്ഞുങ്ങളായിട്ടും ഈ ലോകത്ത് താമസിക്കാനല്ലല്ലോ. ഭഗവാൻ അവിടുന്ന് നാരായണൻ വന്ന് അവതരിക്കാം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ. അത്രമാത്രം ഈ ലോകത്തിന് മടുപ്പ് തോന്നി, ഭൂമിദേവിക്ക് വിഷമമുണ്ടായി. അങ്ങനെ സങ്കടാവസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്. അല്ലാതെ ഈ ലോകത്ത് സുഖമായി കഴിയാമെന്ന് ഓർത്തല്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവണ നിഗ്രഹത്തിനാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ കാര്യത്തിലേക്ക് പോയി. സീതയും ആ മൂലത്തിൽ ചെന്ന് ചേരും. അവർ രണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോകും. അല്ലെ കാട്ടിൽ വസിക്കാനോ നാട്ടിൽ വസിക്കാനോ അല്ല അവർ രണ്ടും വന്നത്. അത് നമ്മൾ ചിന്തിക്കാതാണ്ട് ഇത് അറിവില്ലാത്തവർ പറയും എങ്കിലും ശ്രീരാമൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ആരാ പറയാനേ? ഇതെല്ലാം ഭഗവാൻ അറിയാമാത്ത കാര്യങ്ങൾ വല്ലതും ആണോ? അതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും കഴിയുമോ? ആരെക്കൊണ്ടും ഒരു ഇല അനക്കാനും പോലും പറ്റത്തില്ലെന്ന് ഉള്ളത് നമ്മൾ അറിയുന്നില്ല. വെറുതെ വായിക്കുക, എന്തെങ്കിലും പറയും. ഇങ്ങനെ ജനങ്ങൾ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്നാലും സീതയെ ശ്രീരാമൻ അങ്ങനെ കളഞ്ഞല്ലോ എന്നൊക്കെ. ഭഗവാൻ ഇവിടെ സീതയുമായിട്ട് കല്യാണം കഴിച്ച് സുഖമായി വസിക്കാനാണോ വന്നത്? ഭഗവാൻ ഇവിടെ ദുഷ്ടനെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അത് കഴിഞ്ഞ് ഭഗവാൻ പോയി. അതുകൊണ്ട് ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും, കാര്യം കഴിച്ച് ആത്മലോകം ഗമിച്ചതും, ഇത്തരം നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ച് അത്യന്ത രമ്യമായി തഥാ മുന്നം മഹാമുനി വാൽമീകി തീർത്തതും 3 ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ഉത്തമ താപസന്മാർ അരുൾ ചെയ്തിട്ട് പൃഥ്വിപതേ കേട്ടിരിക്കുമല്ലോ ഭവാൻ.
എന്നതുകൊണ്ടത് വിസ്തരിക്കുന്നതില്ലെന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. ഇതെല്ലാം പൃഥ്വിപതേ രാജാവേ ഇതെല്ലാം കേട്ടിരിക്കുമല്ലോ. എന്നാൽ ഇനി ഇതൊന്നും അല്ല പറയാനുള്ളത്. ഇതിനപ്പുറത്തായിട്ട് വേറെ കാര്യങ്ങളുണ്ട് പറയാൻ. അതാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ഇവിടെ ഉൽപ്പത്തിയെ പറ്റിയാണ്. ഇനി തലമുറ ഇങ്ങനെ മുന്നോട്ട് വന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ല ഇവിടെ ഇതിനെപ്പറ്റി വിസ്തരിക്കാനല്ല എന്നാണ് ഉത്തമ താപസന്മാർ അരുൾ ചെയ്തിട്ട്, പൃഥ്വിപതേ ഇതെല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഭവാൻ. അതുകൊണ്ട് അത് വിസ്തരിക്കുന്നതില്ല എന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. രാമചന്ദ്രൻ തൻ്റെ പുത്രനല്ലോ കുശൻ, കോമളനാം അവൻ പുത്രൻ അതിഥിയും പുത്രനവന്നു നിഷധൻ, തതോ നഭസത്തമൻ പുണ്ടരീകാഖ്യൻ അവൻ മകൻ. അങ്ങനെ ശ്രീരാമൻ്റെ മകൻ ഇങ്ങനെ പോവുകയാണ്. ഭഗവാന്റെ കാര്യം വന്നപ്പോൾ ഇത്ര എടുത്ത് പറഞ്ഞു. ഇനി അതിൻ്റെ മക്കൾ ഇപ്പോൾ കുറേ ഇങ്ങനെ പോകാനുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ശ്രീരാമൻ്റെ പുത്രനല്ലോ കുശൻ, ലവകുശനിൽ കുശൻ, അതിൽ കോമളനാം അവൻ പുത്രൻ, അത് അദ്ദേഹത്തിൻ്റെ പുത്രൻ അതിഥി, അതിൻ്റെ പുത്രൻ നിഷധൻ. ഇങ്ങനെ പോകുന്നു. ക്ഷേമധന്വാവു അവന് ദേവാനീകനാം അവൻ തൽസുതൻ ഇഷ്ടനൻ അവൻ മകൻ, തൽസുതൻ പാരിയാത്രൻ ബലൻ തൽസുതൻ വിന്ദോരലൻ അവൻ തന്നുട നന്ദനൻ, വജ്രനാഭൻ തസ്യ പുത്രൻ സ്വഗണനും പൂജ്യനായുള്ള വൃദ്ധിതൻ നന്ദനൻ, പുത്രൻ അവന്നു ഹിരണ്യനാഭൻ നൃപൻ, തത്ര ആചാര്യനായി വന്നാൻ അവൻ താനും, തൽസുതൻ പുഷ്യൻ ധ്രുവസന്ധി തൽസുതനല്ലോ സുദർശന ഭൂപതി, തസ്യാഗ്നിവർണ്ണൻ സുതൻ തസ്യ ശീഘ്രനും തസ്യാത്മജൻ മരുവെന്ന നരേശ്വരൻ, സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു പിന്നെ ഉണ്ടാകുവാൻ കാലാപഗ്രാമി. അതായത് സൂര്യവംശ കരികാലം കഴിയുന്ന നേരം എല്ലാം നശിച്ചു. ഈ മാർത്താണ്ഡ വംശം, അതാണ് സൂര്യവംശം എല്ലാം കലികാലം ഇതൊക്കെ നമ്മൾ അറിയണ്ടേ, കഴിയുന്ന നേരത്ത് നശിച്ചിതു. പിന്നെ ഉണ്ടാകുവാൻ കലാപഗ്രാമേ വസിക്കുന്നവൻ അതിധന്യനവൻ, മഹായോഗ ബലാന്വിതൻ ഉത്തമനാം അവൻ പുത്രൻ, പ്രസുശ്രുതൻ പുത്രനത സന്ധി തസ്മാദമർഷണൻ, പുത്രൻ മഹസ്വാം അവന് വിശ്വസമൻ, പുത്രൻ അവന് ബൃഹൽബലവീര്യവാൻ, കൊന്നാൻ അവനെ വിജയൻ രണാങ്കണേ ചൊന്നേൻ, കഴിഞ്ഞൊരു ഭൂപതിമാരെ ഞാൻ മേലിലുണ്ടാകുന്നവരെയും ചൊല്ലുവൻ ചാലേ, ബൃഹൽബലപുത്രൻ ബൃഹദ്രണൻ തൽസുതനും ഉണ്ടാം ഒരു ക്രിയ ഭൂപതി, വത്സനൻ നാദിയായ വൃദ്ധൻ അവൻ മകൻ പുത്രൻ, പ്രതിവ്യോമനും ഭരതൻ മകൻ പുത്രൻ, ദിവാർക്കൻ തഥാ സഹദേവനും പുത്രൻ ബൃഹദ്ദശനും സുതൻ ഭാനുമാൻ, പുത്രൻ അവന് പ്രതികാശ ഭൂപതി തൽസുതൻ സുപ്രതീകൻ മരുദേവനാം, തൽപുത്രനും സുനക്ഷത്രകൻ, പുത്രനുരൂഷകൻ തസ്യാന്തരീക്ഷനും, പുത്രൻ സുതപസമിത്രജിൽ തൽസുതൻ തന്നന്ദനൻ, ബൃഹൽഭോജൻ അവൻ മകൻ, പിന്നെ ബൃഹീസുഹൃതൻ ജയൻ തൻ മകൻ പുത്രൻ, രണഞ്ജയൻ ശാക്യൻ അവന് അശുദ്ധോദനസുതൻ, ലാംഗലൻ തൽസുതൻ തസ്യ പ്രസേനജിൽ തൽസുതൻ, സുരഥൻ പുത്രൻ സുരഥനുടൻ വസുമിത്രനും, യുദ്ധം ബൃഹൽബല വംശമുണ്ടായി വരും, യുദ്ധം ഈ വംശം സുമിത്രജയമായി വരും, പൃഥ്വിയിൽ പിന്നെ ഒടുക്കം കലിയുകേ, മുന്നം ഇക്ഷ്വാകുവൻ പുത്രനാകും നിമി നന്നായി വരിച്ചു യാഗാർത്ഥം, വസിഷ്ഠനെ മുന്നം മഹേന്ദ്രൻ വരിച്ചതു കാരണം നന്നായി, അത് കഴിച്ചിങ്ങു വന്നിടുവൻ എന്നരുൾ ചെയ്തെഴുന്നള്ളി, വസിഷ്ഠനും മന്നവനൊട്ടുമേ സൗഖ്യം വരാകയാൽ, ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞും മറ്റും മുനിവരന്മാരെ വരിച്ചുടൻ. അപ്പോൾ ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാൻ അവർക്ക് സൗഖ്യം വന്നില്ല, സുഖമില്ലാത്ത കാരണം ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞും മറ്റു മുനിവരന്മാരെ വരിച്ചുടൻ, യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രൻ്റെ യാഗം കഴിച്ചിങ്ങി വന്നു വസിഷ്ഠനും. പിന്നെ മഹേന്ദ്രൻ്റെ യാഗം കഴിച്ചിട്ട് ഇങ്ങ് വന്നു.
യാഗം തുടർന്ന് അത് കണ്ടു കുപിതനായി വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേ. അപ്പോൾ ഇദ്ദേഹം വരാണ്ട് യാഗം തുടർന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല വസിഷ്ഠന്. അതുകൊണ്ട് കുപിതൻ ദേഷിച്ച് ഭൂപതിയെ ശപിച്ചു. നമ്മയും ധിക്കരിച്ചിത്തരം ചെയ്തൊരു ദുർമതേ നിന്നുടെ ദേഹം പതിച്ചു പോം. അതുകൊണ്ട് എന്നെ ധിക്കരിച്ചുകൊണ്ട് ദുർമതേ നിന്നുടെ ദേഹം പതിച്ചു പോം എന്നു ശപിച്ച് അത് കേട്ടു നരേന്ദ്രനും വന്ന കോപേന ശപിച്ചാൻ വസിഷ്ഠനെ. തിരിച്ച് വസിഷ്ഠനെയും ശപിച്ചു. ലോഹം നിനയ്ക്കയാൽ എന്നെ ഉപേക്ഷിച്ച ലോഭിയാകും തവ ദേഹവും വീണുപോം. അന്യൂനം ഏവം ശപിച്ചാൽ ഇരുവരും വന്നിത് അവർക്ക് ശരീരപാദം ക്ഷണം. പെട്ടെന്ന് തന്നെ ശരീരപാദം വന്നു, അസുഖം വന്നിത് അവർക്കു ശരീരപാദം ക്ഷണം. മിത്രാവരുണതനയനായി ഉർവശീ പുത്രഭാവേന ജനിച്ചാൻ വസിഷ്ഠനും. അങ്ങനെ പുത്രഭാവേന ജനിച്ചാൻ ഉർവശി പുത്രഭാവേന ഭാവം കൊണ്ട് ജനിച്ചു വസിഷ്ഠനും. ഭൂപതി തന്നുടെ ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ച് അനന്തരം. അപ്പോൾ രാജാവിൻ്റെ ദേഹം നശിക്കാതെ തന്നെ താപസന്മാരൊക്കെ എന്ത് ചെയ്തു? പരിപാലിച്ച് അനന്തരം യജ്ഞം സമർപ്പിച്ചു ദേവതമാരോട്. വിജ്ഞാനികളാ മുനികൾ കരുണയാ ഭൂപതി ദേഹം ഉണരുവാൻ അർത്ഥിച്ചു. ഭൂപതി താൻ അത് കേട്ടു ചൊല്ലിടിനാൻ. ദേഹം അനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണമാകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. ദേഹം നമുക്കെല്ലാം ജരാവ്യാധിയാകപ്പെടും, രോഗം വരും. മനസ്സായാലും ദേഹമായാലും എല്ലാം വിഷമമുള്ളതാണ്. അതുകൊണ്ട് ദേഹം അനിത്യമാണ്, നിത്യമല്ലാത്തതാണ്. അതുകൊണ്ട് മോഹപ്രദം ബന്ധകാരണമാകയാൽ ഇതെല്ലാം ഈ ദേഹം കൊണ്ടാണ് നമുക്ക് മോഹം വർദ്ധിക്കുന്നത്. ദേഹത്തിന് ഇന്നതൊക്കെ വേണമെന്ന് തോന്നിക്കുന്നതെല്ലാം ദേഹം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദേഹം ത്യജിക്കണം. ഭൂപതി തന്നുടെ ദേഹം അദ്ദേഹം വായിച്ചല്ലോ. ഭൂപതി താൻ അത് കേട്ട് ചൊല്ലിയിടിനാൻ. ദേഹം അനിത്യം ജരാ വ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണമാകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. യോഗികളൊക്കെ ഈ ദേഹത്തെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. ദേഹം അവിടെ കാണാൻ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതിനെ ഓർക്കത്ത് കൂടിയില്ല. വസ്ത്രം ഉണ്ടോന്നോ അതിന് ആഹാരം വേണമെന്നോ ഒന്നും യോഗികൾ ചിന്തിക്കാറില്ല. എന്താ എപ്പോഴായാലും നശിക്കുന്നതാണല്ലോ എന്നുള്ളതാണ് യോഗികൾ. അതുകൊണ്ട് യോഗികളെല്ലാം ദേഹം ധരിക്കുന്നു. ദേഹമല്ലോ ശോക കാരണം ദേഹിനാം ആകയാൽ ദേഹത്തിന് ആഗ്രഹമില്ലമേ. ശോകം വരുത്തുവാൻ ആശയുണ്ടാകുമോ? നമുക്ക് ശോകം ദുഃഖം ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവത്തില്ല. ദുഃഖം ഉണ്ടാകുന്നത് എന്താ? ദേഹം ഉള്ളതുകൊണ്ട്. അപ്പം ദേഹം ഇല്ലാതായ ദേഹത്തിനെ ചിന്തിക്കാതിരുന്നാൽ പോരെ? അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുമോ? നല്ല ഇത് മരുന്നല്ലേ എന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ആഡംബരങ്ങളും ആഹാരങ്ങളും എല്ലാത്തിനും വേണ്ടിയാണല്ലോ. എല്ലാവരിലേക്കാളും മെച്ചമാകണം, സുന്ദരനുമാകണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹം ഇല്ലാത്തവർക്ക് സുന്ദരനാവാനോ സുന്ദരിയാവാനോ. പക്ഷെ വിശപ്പിന് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥമായി ദേഹത്തെ ചിന്തിക്കാറില്ല ഒരു യോഗി. ആകയാൽ ദേഹത്തിന് ആഗ്രഹമില്ലമേ ശോകം വരുത്തുവാൻ ആശയുണ്ടാകുമോ എന്നതു കേട്ടരുൾ ചെയ്തു മുനികളും. ഇന്ന് ദേഹം വീണ മൂലം വിദേഹനായ ഉത്തമനാം ഭവാൻ മനുഷ്യന്മാരുടെ നേത്രങ്ങളിൽ ഇന്ന് തൊട്ട് വസിച്ചാലും. അതുകൊണ്ട് ഈ ദേഹത്തിൻ്റെ എല്ലാവരുടെയും ദേഹത്തിൽ ഇരുന്നും കൊണ്ട് കാണുക. ഇപ്പം എൻ്റെ കണ്ണിൽ കൂടെ ആ ദേഹം വേണ്ടാന്ന് വെച്ചാൽ കാണാം. അതുപോലെ ഇന്ന് ദേഹം വീണ മൂലം വിദേഹനായി ദേഹമില്ലാതെ ഉത്തമനാം ഭവാൻ മനുഷ്യന്മാരുടെ നേത്രങ്ങളിൽ ഇന്ന് തൊട്ട് വസിച്ചാലും. എന്നാൽ ഉന്മേഷങ്ങളുണ്ടാകും. എന്നാൽ ഭവാനു യശസ്സുമുണ്ടായി വരും, ജ്ഞാനവുമുണ്ടാ നിനക്കെന്ന് കേൾക്കയാൽ മാനവശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ. അങ്ങനെ മനുഷ്യനായിരിക്കുന്ന ഈ ശ്രേഷ്ഠൻ അങ്ങനെ എല്ലാവരുടെയും നേത്രങ്ങളിൽ കൂടെ കണ്ടു തുടങ്ങി വസിച്ചു. അന്ന് തുടങ്ങി ഉന്മേഷങ്ങൾ. അന്നോട്ടാണ് ഉന്മേഷങ്ങൾ ഉണ്ടായത്. വന്നു നരന്മാർക്ക് മുന്നം ഇല്ലാർക്കുമേ. അങ്ങനെയാണ് അന്നോട്ട് തുടങ്ങി വന്നു നരന്മാർക്ക്. അതിനു മുമ്പ് ഇല്ലായിരുന്നു. പുത്രനില്ലാഞ്ഞു മുനികൾ നിമിയുടെ ഗാത്രം കടഞ്ഞളവുണ്ടായി നന്ദനൻ തന്നെ ജനിച്ച് അതുമൂലം ജനകനായി പിന്നെ മിഥിലെന്നാഖ്യ മതിക്കയാൽ. അങ്ങനെയാണ് ഗാത്രം, അതായത് പുത്രനില്ലാഞ്ഞ കാരണം ഈ മുനിയായ നിമിയുടെ ഗാത്രം കടഞ്ഞ്, നമ്മൾ മുമ്പൊക്കെ വായിച്ചിട്ടുണ്ടാകും, കടഞ്ഞ് അളവുണ്ടായി നന്ദനൻ. അങ്ങനെ ഉണ്ടായി നന്ദനൻ തന്നെ ജനിച്ച് അതുമൂലമായി ജനകനായി പിന്നെ മിഥിലനെന്ന ആഖ്യം അധിക്കയാൽ. അങ്ങനെയാണ് മിഥിലയിലെ ജനകൻ. പിന്നെ വൈദേഹൻ എന്നാഖ്യ മൂന്നാമതും വന്ന് വിദേഹന്റെ നന്ദനാകയാൽ നല്ല മിഥിലൻ ചമച്ച പുരത്തിന് ചൊല്ലുന്നു നാമം മിഥില എന്നേ വരും.
തൽപുത്രനായത് വീരനുദാവസു. തൽപുത്രന് നന്ദിവർദ്ധൻ എന്നു പേർ. പുത്രൻ സുകേതുപോൽ ദേവരാധനവൻ. പുത്രൻ ബൃഹദ്രഥനെന്നവൻ നന്ദനൻ. തത്തനയൻ മഹാവീരൻ സുധൃതി. തൽപുത്രനല്ലോ തൃഷ്ടകേതു. തൽപുത്രനും തസ്യ ഹര്യശ്വൻ. മരുവൻ നന്ദനൻ. തൽസുതനായാനൊരുവൻ പ്രദീപകൻ. പുത്രൻ കൃതരഥൻ ദേവമീഠൻ. തസ്യ പുത്രൻ അവനുടെ പുത്രൻ വിശ്രുതനും. തസ്യ മഹാധൃതി. തസ്യ കൃതിരാധൻ. തസ്യാത്മജൻ മഹാരോമ മഹീപതി. തൽസുതൻ സ്വർണരോമഗ്രസ്വരോമനാം. തൽസുതൻ ശീരധ്വജനവൻ നന്ദനൻ. ഭൂമി ഉഴുതിതു യാഗാർത്ഥമായവൻ. ഭാമിനി സീതയും ശീരാഗ്രലബ്ധയായി ശീരധ്വജാഖ്യനായി വന്നാനവൻ തഥാ. അങ്ങനെ തൽസുതൻ ശീരധ്വജൻ അവൻ നന്ദനൻ. ഭൂമി ഉഴുതിതു, അതായത് യാഗത്തിന് വേണ്ടി ദേശം ഉഴുത്. അപ്പോൾ ഭാമിനി സീതയും ശീരാഗ്രലബ്ധയായി ശീരധ്വജാഖ്യനായി വന്നാൻ അവൻ തഥാ. ശീരം കരി എന്നു ഭാഷ ചൊല്ലുന്നിതേ. ഭൂമി ഉഴുതിതു യാഗാർത്ഥമായവൻ. ഭാമിനി സീതയും ശീരാഗ്രലബ്ധയായി ശീരധ്വജാഖ്യനായി വന്നാനവൻ തഥാ. ശീരം കരിയെന്നു ഭാഷ ചൊല്ലുന്നിതേ. ഇത് എല്ലാവർക്കും ഒന്നും വായിച്ച് മനസ്സിലാക്കണമെന്ന് കാണത്തില്ലെങ്കിൽ ഇത് വായിക്കുക. അക്ഷരദൃഢതയെങ്കിലും ഉണ്ടാകുമല്ലോ. ഇതൊക്കെ വായിക്കണം. ചെറുപ്പത്തിലേ വായിച്ചെങ്കിലേ അക്ഷരങ്ങൾ തിരിയൂ. ഇതൊക്കെ അന്ന് വായിക്കേണ്ടത് ആണെങ്കിൽ എനിക്കും തിരിഞ്ഞു വന്നേനെ. ഇപ്പോൾ എനിക്ക് തിരിയത്തില്ലാണ്. കുറച്ച് നേരം ഇത് വായിക്കുമ്പോൾ നാക്കിനും ദേഹത്തിന് എല്ലാം എങ്ങനെയാണ് അത് നാക്കിനും ഉണ്ടാകുന്നത്. 1 മണിക്കൂറൊക്കെ ഞാനിത് ഒന്ന് വായിച്ചിട്ടാണല്ലോ ഇത് എന്താ പറയുന്നത് ഇതിടുന്നത് രാമായണം. ഞാനത് വായിച്ച് നോക്കിയിട്ടല്ലയോ വിടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ണിനും നാക്കിനൊക്കെ നമുക്ക് കുഴഞ്ഞു വരും. അത് ഈ വാദത്തിനുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് വായിച്ച് പഠിക്കണം. ഇപ്പോഴേ വയസ്സാവൊന്നും വായിക്കാൻ പറ്റത്തില്ല എന്നുള്ളവരും മറക്കരുണ്ട. അതുകൊണ്ട് നേരത്തെ എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഓം നമോ നാരായണായ ഭഗവാനെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.